ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അൽ സുഹൂബ് റെസ്റ്റേരിയ ഇൻ കോർഫക്കാൻ. നമ്മൾ പല റീൽസിലും അതിലും കണ്ടിട്ടാണ് നമ്മൾ ഈ സ്ഥലം ചൂസ് ചെയ്തത്. നമ്മളൊരു സൺഡേ ഏർലി മോർണിംഗ് ഒരു 4 o'clock ഇറങ്ങി വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു 5:45 കൂടി നമ്മളവിടെ എത്തി. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും നല്ലൊരു തണുവും ഉണ്ടായിരുന്നു. ഒരു വൺ ടൈം വിസിറ്റിനുള്ളൊരു സ്ഥലമുണ്ട് ഇത്. അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനായിട്ടുള്ളതൊന്നും തോന്നിയില്ല. ഒരു വൺ ടൈം വിസിറ്റ്. ഇപ്പോൾ നമ്മൾ ജബൽ ജെയ്സ് മൗണ്ടനും അതൊക്കെ പോയ ഒരാൾക്ക് ഇത് അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും തോന്നില്ല. ആ ഒരു വ്യൂ ഒരു വൺ ടൈം കാണാനായിട്ടുള്ളതുണ്ട്. അതേമാതിരി അതിൻ്റെ പാർക്കിംഗ് ഇത്തിരി എക്സ്പെൻസീവാണ്. വീക്ക് ഡേയ്സിൽ 30 dirhams ഫോർ 2 hours. അതേമാതിരി വീക്കെൻഡ്സിൽ 60 dirhams ആണ്. പക്ഷേ നമ്മളത് ഹോട്ടലിൽ ഒരു 50 dirhams സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 hours പാർക്കിംഗ് ഫ്രീ ആണ്. അതുകൊണ്ട് ഹോട്ടൽ ഓപ്പൺ ആവുന്നത് ഒരു 7 o'clock ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 7 o'clock കൂടി അവിടെ ഒരു ചെറിയൊരു ക്രൗഡായി എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 50 dirhams സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 hours ഫ്രീ ആണല്ലോ. 60 dirhams ആണ് 2 hours പാർക്കിങ്ങിന്. അപ്പോൾ നമുക്ക് 50 dirhams ചെയ്യാണല്ലോ നല്ലത്. പക്ഷെ അവിടെ ക്രൗഡ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ചൂസ് ചെയ്തില്ല. നമ്മളത് പേ ചെയ്ത് ഇറങ്ങി. നമ്മളെത്തിയപ്പോൾ സൺറൈസ് ആയിട്ടുണ്ടായില്ല. പക്ഷെ എന്നാലും ഒരു വൺ ടൈം വിസിറ്റിനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ട്. നമ്മുടെ മോളുടെ അഭ്യാസ പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് ആയതുകൊണ്ടാണ് അവിടെ ആൾക്കാരൊന്നും അധികം ഇല്ലാണ്ടിരുന്നത്. പക്ഷേ നമ്മൾ പോരിനോടുകൂടി ഒരു 7:30 ആയി. അതോടുകൂടി നല്ല ആൾക്കാരും അവിടെ കുട്ടികളും അവിടെയൊക്കെ പ്ലേ ഗ്രൗണ്ടിൽ ഫുള്ളായി. ഈവൻ പാർക്കിങ്ങുകളൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ലത് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ബെറ്റർ വീക്ക് ഡേയ്സിൽ പോകുക. അധികം തിരക്കുണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതേമാതിരി പാർക്കിങ്ങിൻ്റെ ഒരു ചാർജും കുറവായിരിക്കും. നമുക്കൊരു 30 dirhams 2 hours മതി. 2 hours കിട്ടും. 2 hours എങ്കിലും ഇല്ലാണ്ട് അവിടെ സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് അതങ്ങോട്ട് കണ്ട് നമുക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് പോവുക, അല്ലെങ്കിൽ ഈവനിങ്. അപ്പോൾ നമുക്ക് സൺസെറ്റ് കാണാം. നല്ലൊരു വ്യൂ ആയിരുന്നു.
ഈ സുഹൂബ് റെസ്റ്റ് ഏരിയ എന്തായാലും ഒരു വൺ ടൈം വിസിറ്റിനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അതൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഏർലി മോർണിംഗ് വരികയാണ് സൺറൈസ് കാണാനായിട്ട്. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ വിൻ്റർ ടൈമാണ്, നമുക്ക് ഔട്ട് സൈഡ് പോകാൻ പറ്റിയൊരു ടൈമാണ്. അത് നിങ്ങളെന്തായാലും യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതപ്പിനുള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കും. ദുബായിലും ഷാർജയിലും പല സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. പക്ഷേ ഒന്നും കൂടി എനിക്കൊരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഔട്ട് സൈഡ് പോവുക. അതായത് മീൻസ് റാസൽ ഖൈമ, ഫുജറ, അവിടെ ഇങ്ങനെ ഫുജറ ഫോർട്ട് ഉണ്ട്, അതേമാതിരി പല പല സ്ഥലങ്ങളുണ്ട്. അധികം ക്രൗഡില്ലാണ്ട് നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ബെസ്റ്റ് പ്ലേസുകളാണ് അവിടെ ഉള്ളത്. അധികം നമ്മൾ പൈസയൊന്നും അധികം സ്പെൻഡ് ചെയ്യേണ്ട. ഇവൻ ദുബായിൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ നമ്മൾ ഇത്തിരി കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങൾക്കും. പാർക്കിങ്ങിനായാലും അതിനായാലും ഇതിന് ഫുഡിനായാലും. ഇവിടെ അതല്ല, നമുക്ക് ഫുഡിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ട്രാഫിക് ഇല്ലാണ്ട് വളരെ ബെസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അതൊക്കെ നമ്മളൊരു തവണയെങ്കിലും ഒന്ന് പോവുക, കാണുക, ഒക്കെ ഒരു ബെസ്റ്റൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എൻ്റെ ഒരു ഇത് പറയുന്നു. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യൂ. ഇതാണ് നമ്മുടെ പാർക്കിങ്ങിൻ്റെ റേറ്റുകൾ. അപ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു അടുത്ത വീഡിയോ വരെ വണക്കം. ബൈ എല്ലാവർക്കും.